വൈകിട്ട് ഫ്രീ ആണെങ്കിൽ ഒരു ചായ കുടിക്കാൻ പോയാലോ എന്നൊരു ഓഫർ വന്നു. അതും അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന്. എങ്ങനെയാ നോ പറയാ? ചെറിയ മഴയുണ്ട്, അതൊന്നും നമുക്കൊരു പ്രശ്നമല്ലല്ലോ. ക്യാമ്പസിൽ ഞങ്ങൾ ഒരേ ഡിപ്പാർട്ട്മെന്റിലാണ്. പുള്ളി PhD ചെയ്യാണ്. അപ്പം ഏകദേശം തീരാറായി. അതുകൊണ്ട് ഈ മാസം തന്നെ പുള്ളി പോകുമായിരിക്കും. അപ്പൊ പിന്നെ ആദ്യമായിട്ട് വെക്കുന്ന ഒരു ഓഫർ നമ്മൾ എങ്ങനെയാ നിരസിക്കുക? പുള്ളി സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോകുന്ന ചായക്കട ലക്ഷ്യമിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു ഭാഗത്തോട്ടേ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സ്ഥലത്തിന്റെ പേരാണ് കൈപ്പുഴക്കാറ്റ്. മലയാളി അല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളി കൈപ്പുഴ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ എനിക്കൊരു 10 മിനിറ്റ് വേണ്ടി വന്നു. പുള്ളിയോട് ഒരു 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് ഇത്രയ്ക്ക് ഇംഗ്ലീഷ് അറിയാല്ലേ. എന്നോട് ഒരു ബഹുമാനം തന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് വന്നു. സംഭവം ഈ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. എന്തായാലും ആദ്യമായിട്ട് വന്നേല്ലേ, പുള്ളി എന്നെ കളിയാക്കുന്ന പോലെ കുറച്ച് പത്തീസോ കാണിക്കാം. പുള്ളി ഇവിടെ എന്ന് വരുന്നത് ചായ കുടിക്കാനും പിന്നെ പ്രത്യേകമായി തോട്ടിൽ സൂര്യൻ അസ്തമിക്കുന്നത് കാണാനുമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മഴക്കോളുള്ളത് കൊണ്ട് എനിക്ക് എന്തായാലും തോട്ടിലെ സൺസെറ്റ് കാണാൻ പറ്റും തോന്നില്ല. എൻ്റെ ഒരു നിഗമനത്തിൽ ഇത് നെൽപ്പാടമാണ്. പക്ഷെ മഴയായതുകൊണ്ട് അവിടെ ഫുൾ ചെളിയൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ കുറേ ഇറങ്ങി നടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇറങ്ങി ഞാൻ നടന്നു. കോട്ടയത്തോട്ടൊക്കെ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം ഞങ്ങളുടെ ഈ സൈഡിലോട്ടൊന്നും കാണാനില്ല കേട്ടോ. ഭയങ്കര റെയറായിട്ട് ഇതൊക്കെ കാണാവുള്ളൂ. പിന്നെ ഞാൻ ഇറങ്ങി, കുറച്ച് ചാറ്റൽ മഴയുണ്ട്. അതൊരു കുട പിടിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ്. പാടത്തിരിക്കുന്ന കോലം പോലില്ലേ, അവിടെ എന്തായാലും ഞാൻ നോക്കിയിട്ട് വേറെ നോക്കുത്തിയൊന്നും കാണുന്നില്ല. അപ്പം ഞാനായിരിക്കും ഇതിന് ഏറ്റവും ആപ്റ്റ്. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് വെയിലുണ്ട് കേട്ടോ. സംഭവം എന്തായാലും ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ അവിടുത്തെ വ്യൂവും കാര്യങ്ങളും ഒക്കെ. സന്തോഷ സൂചകമായി തന്നതിന് സ്വീകരിച്ച പലകറയങ്കലിത പോകും. ഇപ്പോൾ അദ്ദേഹം പാടിയ മലയാള ഗാനം ഏതായെന്ന് മനസ്സിലായെങ്കിൽ മടിക്കാതെ കമന്റ് ചെയ്തോളൂ. പുള്ളി അത്യാവശ്യം ചില മലയാള വാക്കുകളൊക്കെ പറയും കേട്ടോ. ജാട, പത്തിസോ, ഓ പിന്നെ ചേട്ടാ ചേച്ചി എല്ലാം പറയും. ഇന്നലെ ഞാൻ എന്തായാലും ഞെട്ടിപ്പോയി ആ പാട്ട് പാടിയപ്പോ. ഏകദേശം 6 വർഷമായിട്ട് നാട്ടിലുണ്ട്. വിസിറ്റഡി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ നേരം സൂര്യൻ വന്നു. ഇനിയിപ്പോ തോട്ടിലെ സൺസെറ്റ് ഒക്കെ പിന്നെ കാണാം. അതല്ലെങ്കിലും ഞാൻ ഇവിടെ പരിപാടി തിരിപ്പിച്ചാൽ ഇങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ വന്ന വഴി തിരിച്ചു വന്നു വെച്ചു. ചായ കുടിക്കാനാണല്ലോ എന്നെ വിളിച്ചത്, അപ്പൊ ചായ കുടിക്കണമല്ലോ. ഇവിടെ തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, പക്ഷെ അത് തുറന്നില്ല, കുറച്ച് ലേറ്റ് ആവുമെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ മാന്നാനത്തിന് വിട്ടു. മാന്നാനത്ത് വന്നപ്പം അവിടെ ചായ പീടികയിൽ നിന്ന് ചായ കുടിച്ചു. പിന്നെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. അപ്പൊ ഓക്കെ, ബൈ.